ബീനാസ് ലേണിംഗ് ക്ലാസ് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ ദേശീയ പ്രസ്ഥാനവും കേരളവും നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള. അതിൻ്റെ 1ാമത്തെ പാർട്ട് നമ്മളിട്ടാണ് കൊളച്ചൽ യുദ്ധവും കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചും കേട്ടോ. അദ്ദേഹം എവിടെ ജനിച്ചു, എവിടെ ആക്രമിച്ച ആരെല്ലാമാണ് ആക്രമിച്ചതെന്നും പഴശ്ശിക്ക് സൈനിക പിൻബലം നൽകിയത് ആരൊക്കെയാണെന്നും ശ്രീരംഗപട്ടണ ഉടമ്പടി എന്നാണെന്നും കേട്ടോ, വേലിത്തമ്പിത്തളവ് ആരാണെന്നും കുണ്ടറ വിളംബരം എന്താണെന്നും പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനിടയായ സാഹചര്യങ്ങൾ എന്താണ്, കുറിച്യ കലാപം എന്താണ് കേട്ടോ, പാലിയത്തച്ഛൻ ആരാണ്, മലബാറിലുണ്ടായ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ, മാപ്പിള ലഹള എന്താണ്, മാപ്പിള റയോട്ട് അല്ലേ. പിന്നെ നമ്മൾ ആ ലാസ്റ്റിലത്തെ ആ ബോക്സിൽ കിടക്കുന്ന അത് അത്രയുമാണ്. അതായത് 23 ക്വസ്റ്റ്യൻ ആൻസറാണ് നിങ്ങളെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത്. ഇത് സെക്കൻഡ് പാർട്ടാണ് നമ്മുടെ, അതായത് സോഷ്യൽ റിഫോർമേഴ്സ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്, സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് കുറേ ആൾക്കാരുടെ ഫോട്ടോ നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ആ ഫോട്ടോ ഉൾപ്പെടെ കേട്ടോ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പടം നട കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ. ഇവരാരൊക്കെയാണ്, എന്തൊക്കെയാണ്, എല്ലാം ഈ 2 വരിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഈ 2 വരിയും പഠിക്കണം. ഇവരുടെ എല്ലാ മൂവ്മെൻറ്റ്സ്, പ്രസ്ഥാനങ്ങൾ ഏതാണെന്നും ഒന്ന് പഠിക്കണം കേട്ടോ. പടം നോക്കണേ നിങ്ങൾ. 1ാമത്തെ നോക്കിയേ, വൈകുണ്ഠ സ്വാമികൾ. നമ്മൾ പഠിക്കുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളുമാണ് പഠിക്കുന്നത്. അതായത് സോഷ്യൽ റിഫോർമേഴ്സ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. 1ാമത്തെ പാർട്ട് വൃത്തിയായിട്ട് എഴുതിയെടുത്തതിന് ശേഷമേ ഈ 2ാമത്തെ പാർട്ട് എഴുതിയെടുക്കാവൂ കേട്ടോ. ഇതൊരു വലിയ ചാപ്റ്റർ ആവും നിങ്ങളെ. ഞാൻ വിചാരിച്ചത് ഒറ്റ ലിങ്കിലൊക്കെ തീർക്കണമെന്ന്, പക്ഷേ വലിയൊരു ചാപ്റ്റർ ആയിട്ടോ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ. കാരണം ഒരുപാട് പേരെക്കുറിച്ച് പഠിക്കാനുണ്ട്, ഒരുപാട് ഡേറ്റുകൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. 1ാമത്തെ ആളുടെ ആ പടം ഒന്ന് നോക്കണേ. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും നല്ല മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. വൈകുണ്ഠ സ്വാമികൾ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഹി പെർഫോംഡ് ഫസ്റ്റ് കണ്ണാടി കണ്ണാടി താഴെ കൊടുത്തിട്ടുണ്ട്, പ്രതിഷ്ഠ എന്നാണ് കേട്ടോ. കണ്ണാടി പ്രതിഷ്ഠ in South India, exposing the irrationality of idol worship. The സമത്വ സമാജ് ഈസ് ദ മൂവ്മെൻറ്റ് ഹി ഫൗണ്ടഡ്. അദ്ദേഹം ചെയ്ത ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോരുത്തരുടെയും മൂവ്മെൻ്റ് ഒന്ന് പഠിക്കണേന്ന് കേട്ടോ. സമത്വ സമാജ് ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ, മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഓർത്തോണേ നിങ്ങൾ കേട്ടോ. എന്നിട്ട് മൂവ്മെൻറ്റ് കേട്ടോ, സമത്വ സമാജ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനിവിടെ എഴുതിയില്ല എന്ന് തോന്നുന്നല്ലേ. സമത്വ സമാജം. ഈ നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്നതിനകത്തിൽ ഓരോരുത്തരെക്കുറിച്ച് പഠിക്കുന്നത് കാരണം ആ ആളുടെ പ്രസ്ഥാനം എന്താണെന്ന് അറിയണം കേട്ടോ. ഈ ഒരു 11 പേരുടെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. 11 പേരുടെ കേട്ടോ. ഏതാ? സോഷ്യൽ റിഫോർമേഴ്സ് അല്ലെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഒരു 13 പേര് നമ്മൾ പറയുന്നുണ്ട്. അതിൽ 1ാമത്തെ ആളാണ് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമി എന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാർ. ഹി പെർഫോംഡ് ഫസ്റ്റ് കണ്ണാടി പ്രതിഷ്ഠ ഈ സൗത്ത് ഇന്ത്യ, എക്സ്പോസിങ് ദ ഇറാഷണാലിറ്റി ഓഫ് ഐഡിയൽ വർഷിപ്പ്. ദ സമസ്ത സമാജ്, ആ പേര് നോക്കണേ, സമത്വ സമാജം ഈസ് ദ മൂവ്മെൻറ്റ് ഹി ഫൗണ്ടഡ്. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ കേട്ടോ. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ, അത് ഓർത്തോണ്ടേ നിങ്ങളെ, കണ്ണാടി പ്രതിഷ്ഠ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമി എന്ന് കേൾക്കുമ്പോഴേ ഈ 2 വാക്ക് ഓർത്തോണം. ഏതാണ്? സമത്വ സമാജ് കേട്ടോ, പിന്നെ കണ്ണാടി പ്രതിഷ്ഠ കേട്ടോ. 1 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വാക്കുകൾ എടുത്ത് പറയുന്നത്. അടുത്ത 2ാമത്തെ ആളാണ് ശ്രീനാരായണ ഗുരു. അത് നമുക്കറിയാം അല്ലേ. അത് നമ്മളെപ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഹിന്ദിയിലും അല്ലേ, ഹിന്ദി നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ നിങ്ങളെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്. അപ്പം ശ്രീനാരായണ ഗുരു നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരാളാണ് അല്ലേ. ഹി ഫൗണ്ടഡ് എഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻസ് ആൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കേട്ടോ. സൂപ്പർസ്റ്റിഷൻ നോക്കി നിങ്ങളെ. ഹി ഫൗണ്ട് എഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻസ് ആൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. കേരളത്തിൽ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി
സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനാണ് ആരാ? ശ്രീനാരായണ ഗുരു. അന്ധവിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും ഇംഗ്ലീഷ് നോക്കിക്കൊണ്ടോ നിങ്ങളെ. ഒന്നാമത്തെ ഇത് എന്താ ഇംഗ്ലീഷുകാർക്ക് ഞാൻ കാരണം എത്രയും നോട്ട് ചുരുക്കി കൊടുക്കാവോ അത്രത്തോളം, കാരണം ഒരുപാട് നോട്ട് തന്നാൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് പൊതുവേ ഒരു അല്ലേ. സോഷ്യൽ അങ്ങ് വാരി വലിച്ച് നോട്ട് തരുക, പഠിക്കാൻ പാടാ. അതുകൊണ്ട് കഴിവതും ഇംഗ്ലീഷ് നോക്കണേ, ചുരുക്കിയാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. മലയാളം പിന്നെ കഥ കേട്ടാൽ അറിയാമല്ലോ അല്ലേ. എന്താ അത് അന്ധവിശ്വാസം, അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? സൂപ്പർസ്റ്റിഷൻസ് ആൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടിയ ആളാണ് ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരു. പിന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. എന്താ നിങ്ങളെ? ഹി പ്രൊക്ലൈംഡ് ബിക്കം എൻലൈറ്റൻഡ് ത്രൂ നോളജ്. വിദ്യ കൊണ്ട് എന്താകുക? പ്രബുദ്ധരാകാൻ. നിങ്ങൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞത് ആരാണ്? നാരായണ ഗുരുവാണ് കേട്ടോ. പിന്നെ ഹി പെർഫോംഡ് ശിവപ്രതിഷ്ഠ അറ്റ് അരുവിപ്പുറം ആൻഡ് ഡിസ്ക്രൈബ്ഡ് ദീസ് ടെമ്പിൾ ആസ് ദ മോഡൽ പ്ലേസ് വെയർ എവരി വൺ ക്യാൻ ലിവ് ഇൻ ബ്രദർഹുഡ് വിത്തൗട്ട് എനി കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓർ റിലീജിയസ് ഹേറ്റഡ്. അതായത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ കേട്ടോ. പോയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പടം കണ്ടോ? കേരളത്തിൽ സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനാണ്. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടി അദ്ദേഹം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും പിന്നെയോ ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പി പൽപ്പു, ടി കെ മാധവൻ തുടങ്ങി പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കേട്ടോ. ഓരോരുത്തരുടെയും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തിലെ ഓരോരുത്തരുടെയും മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രസ്ഥാനം എന്താണെന്ന് പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് പഠിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അല്ലെ മൂവ്മെന്റ് സമത്വ സമാജാണ്. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് കേട്ടോ. അത്ര എഴുതിയെടുക്കണേ. ഞാൻ ചുരുക്കിയാണ് എഴുതിയേക്കുന്നത് എന്ന് വിചാരിച്ച് എഴുതേണ്ട കാര്യങ്ങളൊക്കെ എഴുതണ്ടേ കേട്ടോ. അടുത്ത മൂന്നാമത്തെ ആളാണ് കുഞ്ഞുങ്ങളെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ പടം നാണ്ട അദ്ദേഹമാണ് കേട്ടോ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ നോക്കിക്കേ. സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തനവുമായിരുന്നു. സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. നോക്കണേ കുഞ്ഞുങ്ങളെ, അദ്ദേഹം അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയവും അദ്ദേഹം സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്താ ചെയ്തത്? ഹി വാസ് എ സോഷ്യൽ റിഫോർമർ ആൻഡ് ആൻ എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ്. ഹി എസ്റ്റാബ്ലിഷ്ഡ് ഓർഫണേജ്. നോക്കണേ കുഞ്ഞുങ്ങളെ, ഓർഫണേജസ് ആൻഡ് സ്കൂൾസ് ഫോർ ദ അണ്ടർ പ്രിവിലേജ്ഡ് എന്ന് വെച്ചാൽ അനാഥരായ കുട്ടികളെ, അവർക്ക് വിദ്യാലയങ്ങളൊക്കെ അല്ലോ, ആരുമില്ലാത്ത ആൾക്കാരെ അല്ലേ, അതിനെയല്ലേ നമ്മൾ അവശത അനുഭവിക്കുന്നതും ആരുമില്ലാത്തതുമായ കുട്ടികളെയൊക്കെ എന്ത് ചെയ്തു? അവർക്ക് വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിച്ചു കൊടുത്തു. ആരാ? നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അത്രയും നല്ല വൃത്തിയായിട്ട് അത് എഴുതിയെടുക്കണേ. 3 പേരുടെ പേര് നല്ലപോലെ പഠിച്ചല്ലോ. അടുത്ത 4മത്തെയാണ് ചട്ടമ്പി സ്വാമികൾ. ഓരോ പേരും നോക്കണേ കുഞ്ഞുങ്ങളെ, ഓരോ ആൾക്കാരെ കണ്ട്. ഇത് ചട്ടമ്പി സ്വാമികൾ കണ്ടോ? ചട്ടമ്പി സ്വാമി നോക്കിക്കേ. ജാതി വ്യവസ്ഥയെയും ഞാൻ ഈ എടുത്തു പറഞ്ഞ സ്പെല്ലിങ് കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി കേട്ടോ. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. എന്താ നിങ്ങളെ? ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. ഒപ്പോസിഡ് ദ കാസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥ ആൻഡ് ഇറാഷണൽ കസ്റ്റംസ് യുക്തിരഹിതമായ ആചാരങ്ങൾ കേട്ടോ. പിന്നെ ഹിസ് റൈറ്റിംഗ് വേർ വാല്യുബിൾ കോൺട്രിബ്യൂഷൻ ടു ദ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അദ്ദേഹം മലയാള ഭാഷയ്ക്കും
മലയാളം ലാംഗ്വേജ്, മലയാള ഭാഷയ്ക്കും അതുപോലെ സാഹിത്യത്തിനും, ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ സാഹിത്യം, ലിറ്ററേച്ചറിന് ഒരു ടീം മതി കുഞ്ഞുങ്ങൾ കേട്ടോ, ലിറ്ററേറ്റ് അല്ലേ, ലിറ്ററേച്ചർ എന്താ സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. 2 പോയിന്റേ ഉള്ളൂ. എല്ലാവരെക്കുറിച്ചും ഈ 2 പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ അവരുടെ മൂവ്മെൻറ്റ്, അതായത് അവരുടെ പ്രസ്ഥാനങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അതും കൂടി പഠിച്ചാൽ മതി. അടുത്ത 5ാമത്തെ ആളാണ് അയ്യങ്കാളി. അടുത്ത ആരാണ്? അയ്യങ്കാളി. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ ഒരാളാണ് അയ്യങ്കാളി. എന്തോത്തിനൊക്കെ നിങ്ങളെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക, അതുപോലെ ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമൊക്കെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ ഒരാളാണ് നമ്മുടെ അയ്യങ്കാളി അല്ലേ. വില്ലുവണ്ടി സമരം എന്ന് പറയുന്നൊരു സമരം, വില്ലുവണ്ടി കേട്ടോ, അതുപോലെ തന്നെ കല്ലുമാല സമരം എന്നിവയൊക്കെ അദ്ദേഹം നേതൃത്വം നൽകി പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. അപ്പം നമ്മൾ എത്ര പേരെ കുറിച്ച് പഠിച്ചെന്ന് ഓർത്തോണേ, ഓരോരുത്തരെയും പേര് പഠിച്ചോണേ കേട്ടോ. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ആരെക്കുറിച്ചായിരുന്നു നിങ്ങളെ? 1ാമത് പഠിച്ചത്. ഇപ്പം എന്തിനാ ഈ 2ാമത് ഇത്? കാരണം എല്ലാവരും കൂടെ ആവുമ്പോഴേ തിരിഞ്ഞു പോകാതിരിക്കാനായിട്ടോ. 1ാമത്തെ വൈകുണ്ഠസ്വാമികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലൂ ഓർത്ത് വെച്ചാൽ കണ്ണാടി പ്രതിഷ്ഠയും സമത്വ സമാജവുമാണ് അദ്ദേഹത്തെ ഓർത്തിരിക്കേണ്ടത്. 2ാമത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ശ്രീനാരായണ ഗുരു എന്ന് കേൾക്കുമ്പോഴേ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. പിന്നെ 3ാമത്തെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അദ്ദേഹം എന്ന് വെച്ചാൽ കുറേ കുട്ടികളെ, അനാഥരായിട്ടുള്ള കുറേ കുട്ടികൾക്ക് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റും അതായത് പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊന്നും ഇതിൽ പറയുന്നില്ല. 4ാമത്തെ അറിവ് നിങ്ങളെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ഈ ജാതി വ്യവസ്ഥയും യുക്തിപരമായ ആചാരങ്ങളും വിലപ്പെട്ട സംഭാവന നൽകിയ ഒരാളാണ് ചട്ടമ്പി സ്വാമി. അദ്ദേഹത്തിനും അദ്ദേഹം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒക്കെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിൻ്റെ രചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന് മൂവ്മെൻറ്റ് പ്രസ്ഥാനം ഇല്ലായിരുന്നു അല്ലേ. ഉള്ളതങ്ങ് പഠിച്ചു വെച്ചേക്കണേ. അയ്യങ്കാളിയാണ്. അയ്യങ്കാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ സാധുജന പരിപാലന സംഘമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അല്ലെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഫോർട്ട് ഫോർ ദ റൈറ്റ്, സെൽഫ് റെസ്പെക്ട്, ഫ്രീഡം ഓഫ് ട്രാവലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ ഒപ്രസ്ഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, വില്ലുവണ്ടി സ്ട്രൈക്ക്, വില്ലുവണ്ടി സമരവും അതുപോലെ കല്ലുമാല സ്ട്രൈക്ക്, ഈ 2 സ്ട്രൈക്ക് സമരങ്ങൾ കൊണ്ടുവന്ന ആരാ? അയ്യങ്കാളിയാണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രൈക്ക് ലീഡ് ബൈ ഹിം. അതുപോലെ മൂവ്മെന്റ്, അദ്ദേഹത്തിൻ്റെ മൂവ്മെന്റ് ഏതായിരുന്നു? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘമാണ്. ആരുടെയാണ്? അയ്യങ്കാളിയുടേത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്തതാണ് വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. വൈക്കമല്ല വക്കം കേട്ടോ, വക്കം എന്ന് തന്നെ പറയണം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹമാണ് കേട്ടോ. നോക്കിയോ കുഞ്ഞുങ്ങളെ, അദ്ദേഹം ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, വർക്ക്ഡ് ഫോർ ദ കൾച്ചറൽ റിനൈസൻസ് ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി. He started the സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്താണ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ. പറയാനൊക്കെ പഠിക്കണേ കേട്ടോ, കാരണം വാക്കുകളൊക്കെ നോക്കണേ. അതിൻ്റെ തൊട്ട് താഴെ മലയാളം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വാക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ താഴെ മലയാളം ഉണ്ട്. അതായത് മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ നമ്മുടെ സ്വദേശാഭിമാനി പത്രം അദ്ദേഹം ആരംഭിച്ചു. രാജഭരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ കുഞ്ഞുങ്ങളെ, അത് കുറേ പൊള്ളത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ നമ്മുടെ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി എന്ന പത്രം അദ്ദേഹം ആരംഭിച്ചു. അപ്പോൾ അവിടെ ഇതിനകത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏതൊക്കെയാ? മുസ്ലിം സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതുപോലെ അദ്ദേഹം സ്വദേശാഭിമാനി പത്രം. ഓരോരുത്തരെ കുറിച്ച് പഠിക്കുമ്പോഴും ഓരോ വാക്ക് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എന്ന് വെച്ചാൽ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയാണ് കേട്ടോ. ഓക്കെ ആണേ. അടുത്ത മന്നത്ത് പത്മനാഭൻ. ഞങ്ങളുടെ വീട്ടിൽ ഫോട്ടോ ഇരിപ്പുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. മന്നത്ത് പത്മനാഭൻ വർക്ക്ഡ് ഫോർ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രസ് ഓഫ് ദ നായർ കമ്മ്യൂണിറ്റി. ഹി ലെഡ് ദ സ്ട്രഗിൾസ് ടു അച്ചീവ് സിവിൽ റൈറ്റ്സ് ഇൻ കേരള. അദ്ദേഹത്തിൻ്റെ മൂവ്മെന്റ് എന്ന് വെച്ചാൽ നായർ സർവീസ് സൊസൈറ്റിയാണ് അല്ലേ. അതായത് നായർ സമുദായത്തിൻ്റെ സാമൂഹിക മുന്നേറ്റം നോക്കണേ കുഞ്ഞുങ്ങളെ. നായർ സമുദായത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ അദ്ദേഹം നയിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി, NSS എന്ന് പറയും കേട്ടോ, നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്.
ഓക്കെ ആണോ? എഴുതിയെടുക്കണേ. എല്ലാത്തിൻ്റെയും നോക്കിയാൽ ഈ 2 വരിയേ ഉള്ളൂ, 2 സെൻറ്റൻസേ ഉള്ളൂ. എല്ലാവരെ കുറിച്ചും പിന്നെ അവരുടെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 7 പേരെ കുറിച്ചായി. നമ്മളിനി 8ാമത്തെ പേരാണ്. ആരാ നോക്കിക്കേ? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ പടം കണ്ടോ? എല്ലാവരുടെയും പടം നമ്മുടെ ടെസ്റ്റിലുണ്ട് കണ്ടോ. അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ. നോക്കിയേ, ഫോർട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ എവിൽസ് ലൈക്ക്, നോക്കണേ നിങ്ങളെ, കാസ്റ്റിസം ആൻഡ് സ്ലേവറി. സ്ലേവറി എന്ന് വെച്ചാൽ എന്താ? അടിമത്വം. കാസ്റ്റിസം എന്ന് വെച്ചാൽ ജാതീയത അല്ലേ? നോക്കിക്കേ ഇവിടെ, ഇവിൽസ് എന്ന് വെച്ചാൽ തിന്മകൾ. ഓരോ വാക്കും ഒന്ന് നോക്കണേ. ഫോർട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇവിൽസ്, സാമൂഹിക തിന്മകൾക്കെതിരെ, ജാതീയത, അടിമത്വം തുടങ്ങിയവ അതിനുവേണ്ടി പോരാടിയ ആളാണ് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. എന്താ നിങ്ങളെ? ഫോർട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇവിൽസ് ലൈക്ക് കാസ്റ്റിസം ആൻഡ് സ്ലേവറി കേട്ടോ. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻ്റ് ഏതാണ് നോക്കണേ? പ്രത്യക്ഷ രക്ഷ ദൈവസഭ. എളുപ്പമല്ലേ പഠിക്കാൻ? പ്രത്യക്ഷ രക്ഷ ദൈവസഭ കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ മലയാളമുണ്ട്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഇംഗ്ലീഷിലെ വാക്കുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ മലയാളം ഉണ്ട് കേട്ടോ. അടുത്ത 9ാമത്തെയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ കേട്ടോ. KP കറുപ്പൻ. അതെ കണ്ടോ, ഓരോരുത്തരെയും പടം നോക്കണേ. അദ്ദേഹം ആരാ നോക്കിക്കേ? എ പോയിറ്റ് ആൻഡ് പ്ലേ റൈറ്റർ. ഹി വർക്ക്ഡ് ഫോർ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻ്റ് ആണ് ആര്യ സമാജ്. ആര്യ സമാജമല്ല, അരയ സമാജമാണ്. ആര്യ സമാജം അല്ലേ? അത് വേറെ, ഇത് വേറെ. നോക്കൂ നിങ്ങളെ, പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ. എ പോയിറ്റ് ആൻഡ് പ്ലേ റൈറ്റർ. ഹി വർക്ക്ഡ് ഫോർ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസ്സസ്. കവിയും നാടകൃത്തുമായ അദ്ദേഹം പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആരാവും നിങ്ങളെ? KP കറുപ്പൻ. ഓരോരുത്തരുടെയും പേരും. ഇനി അദ്ദേഹത്തിന് മൂവ്മെൻ്റ് ഉണ്ടോ നോക്കിക്കേ? ഉണ്ട്. ആര്യ സമാജം എന്ന് പറയല്ലേ കുഞ്ഞുങ്ങളെ? അരയ സമാജം എന്നാണ് കേട്ടോ. ആര്യ എന്നല്ല, ആര്യ ആകുമ്പോൾ ARYA ആണ് കേട്ടോ. ആര്യ സമാജം അല്ല, അരയ സമാജമാണ് കേട്ടോ. തിരിഞ്ഞു പോകല്ലേ അത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ VT ഭട്ടതിരിപ്പാട്. VTയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? VT ഭട്ടതിരിപ്പാട് കേട്ടോ, ഇദ്ദേഹമാണ് കേട്ടോ. VT ഭട്ടതിരിപ്പാട് കണ്ടോ. അദ്ദേഹം ആരാ നോക്കിയേ? ഹി വാസ് നോൺ ആസ് ദ റിഫോർമർ ഓഫ് ദ നമ്പൂതിരി കമ്മ്യൂണിറ്റി, സോഷ്യൽ വർക്കർ ആൻഡ് റൈറ്റർ. ഹി റോട്ട് ദ ഫേമസ് പ്ലേ. ഏതാ പ്ലേ? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. വായിക്കാൻ പറ്റണേ. ഹി വാസ് നോൺ ആസ് ദ റിഫോർമർ ഓഫ് ദ നമ്പൂതിരി കമ്മ്യൂണിറ്റി, സോഷ്യൽ വർക്കർ ആൻഡ് റൈറ്റർ. ഹി റോട്ട് ദ ഫേമസ് പ്ലേ. ഏതാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻ്റ് ഏതാന്ന് നോക്കിക്കേ? യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാടിൻ്റെ മൂവ്മെൻ്റ് അല്ലെ പ്രസ്ഥാനം ഏതായിരുന്നു? യോഗക്ഷേമ സഭ. നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ്, സാമൂഹ്യ പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകവും അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. അപ്പം നിങ്ങൾ പഠിക്കാൻ ഞാൻ എപ്പോഴും പറയുന്നത്, ഇതിലെ ഓരോരുത്തരെയും ഈ 2 വരിയും പഠിക്കണം. അവരുടെ പ്രസ്ഥാനങ്ങൾ ഏതാന്ന് വെച്ചാൽ അതും പഠിക്കണം കേട്ടോ. VT ഭട്ടതിരിപ്പാടിൻ്റെ യോഗക്ഷേമ സഭയാണ്. പിന്നെ നമ്മുടെ പണ്ഡിറ്റ് KP കറുപ്പൻ്റെ അരയ സമാജമാണ് കേട്ടോ. അതൊന്ന് തിരിഞ്ഞു പോകല്ലേ കേട്ടോ. അതൊക്കെ അത് മാത്രമായിട്ട് വേണമെങ്കിൽ അഡീഷണൽ എഴുതി എടുത്തിട്ട് പഠിക്കണം. അടുത്തത് വാഗ്ഭടാനന്ദൻ. പറയാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? വാക്കല്ല, വാഗ്ഭടാനന്ദൻ കേട്ടോ. ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നുണ്ടോ? BHA ഭടാനന്ദ. പ്രൊമോട്ടഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ്ഡ് ഓൺ ലോജിക്, ട്രൈഡ് ടു റിഫോം കസ്റ്റംസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് ടൈംസ്. promoted critical thinking based on logic, tried to reform customs according to the changing times. എന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്തിയിൽ അധിഷ്ഠിതമായ ഒരു ഇച്ചിരി കട്ടി വാക്കുകളല്ലേ അദ്ദേഹത്തിൻ്റെ. യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ചാൽ വിമർശന ചിന്തയെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്തു എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് ഇവിടെ. ആചാരങ്ങളെ കേട്ടോ, ആചാരങ്ങളെയൊക്കെ എന്ത് ചെയ്തു? ട്രൈഡ്, കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എന്ന് വെച്ചാൽ ആത്മവിദ്യാ സംഘമാണ് കേട്ടോ.
11ാമത്തെ ഏറ്റവും ലാസ്റ്റത്തെ ആളാണ് വാഗ്ഭടാനന്ദൻ. അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ആത്മവിദ്യാസംഘം എന്നാണ്. ഓക്കെ ആണോ? നിങ്ങൾ എത്രയും ആണോ? അടുത്ത കേരളത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സ്ത്രീ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരെല്ലാമാണ്? എൻ്റെ തൊട്ടിപ്പുറത്തെ പേജിൽ കിടപ്പുണ്ട് അത് കേട്ടോ. എന്താ? കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സ്ത്രീ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. ഹൂ വെയർ ദ വുമൺ സോഷ്യൽ റിഫോർമേഴ്സ് ഹൂ വർക്ക്ഡ് ഫോർ ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വുമൺ ഇൻ കേരള. നമ്മൾ ഇതുവരെ പഠിച്ചത് മൊത്തം നോക്കി, ഇപ്പുറത്തെ 11 എണ്ണം പഠിച്ചതും പുരുഷന്മാരുടെ പേരുകളാണ് അല്ലേ. ഇനി പുരുഷന്മാർ മാത്രമേ ഉള്ളോ? അല്ല, സ്ത്രീകളും ഉണ്ട് അല്ലെ. കേരളത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സ്ത്രീ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. 1 ദാക്ഷായണി വേലായുധൻ. പറയാൻ പഠിക്കണേ. ഒന്നാമത്തത് ദാക്ഷായണി വേലായുധൻ. പിന്നെ പാർവതി നെന്മേനി മംഗളം. പിന്നെ ആര്യ പള്ളം PALLAM പള്ളം. പിന്നെ കാളിക്കുട്ടി ആശാത്തി എന്നിവരാണ്. ആ പേരൊക്കെ നോക്കിയോ നിങ്ങളെ, ഒരു വെറൈറ്റി പേരുകളാണ് എല്ലാം അല്ലേ. കാളിക്കുട്ടി ആശാത്തി, ആര്യ പള്ളം, പാർവതി നെന്മേനി മംഗളം, ദാക്ഷായണി വേലായുധൻ കേട്ടോ. ഇവരെല്ലാം എന്താ? നമ്മുടെ സ്ത്രീകളുടെ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവര് ആണ്. ആ 4 പേര് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, 25. ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്ത അതിൻ്റെ താഴെയായിട്ട് പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ഒരു വലിയ ഹെഡിങ് അവിടെ കിടപ്പുണ്ട്. പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. വാട്ട് വെയർ ദ സ്ട്രഗിൾസ് ഫോർ സിവിൽ ലിബർട്ടീസ് ഇൻ ഇന്ത്യ. പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന സമരങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തത് നോക്കണേ നിങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ, മേൽമുണ്ട് സമരം. നമുക്ക് അങ്ങനെ ഒരു സിനിമ തന്നെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്താ 1991 എങ്ങാണ്ടൊരു പടം ഉണ്ടായിരുന്നല്ലോ, ഈയിടെ ഇറങ്ങിയാണല്ലോ, മേൽമുണ്ട് സമരം. പിന്നെ വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹം. 3 സത്യാഗ്രഹവും ഒരു സമരത്തിന്റെ പേരാ. ക്ലൂ പഠിക്കണേ. മേൽമുണ്ട് സമരം, പിന്നെ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. ഈ 4 എണ്ണമാണ് പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന സമരങ്ങൾ കേട്ടോ. കേരളത്തിൽ നടന്ന സമരങ്ങൾ ഏതെല്ലാമാണ്? അപ്പം എന്ത് ഈ മേൽമുണ്ട് സമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് നോക്കണേ നിങ്ങൾ. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് വായിച്ചില്ലായിരുന്നല്ലോ. സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ, ആ കഥ നല്ലപോലെ ഒന്ന് കേൾക്കണേ നിങ്ങൾ. ആ സിനിമ കണ്ടവർക്കറിയാം കേട്ടോ, ഇതിൻ്റെ സിനിമയിലുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അതായത് അതിൻ്റെ കറുത്ത ഒരു ബോക്സാണ്. ഈ ബോക്സിൽ എന്താ പറഞ്ഞിരിക്കുന്നതൊക്കെ? എല്ലാ മതത്തിലുള്ള ചാന്നാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്ത് കെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറ്റേത് വിധത്തിലെങ്കിലും മാറുമറച്ചുകൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധം ഇല്ലായ്ക കൊണ്ട് വിവരം സകലമാന പേരും അറിഞ്ഞു നടന്നുകൊള്ളുകയും വേണം എന്നൊരു ബോക്സ് കണ്ടോടെ കൊടുത്തിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ആരാന്ന് നോക്കണേ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഈ വിളംബരത്തിന് കാരണമായ മേൽമുണ്ട് സമരത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ടോ കുഞ്ഞുങ്ങളെ? തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ, നോക്കണേ കുഞ്ഞുങ്ങളെ, ഇനിയാണ് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്നവര് ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു.
ഇതേ തുടർന്ന് നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാവർക്കും അല്ലേ, അതത്രേ പറയുന്നുള്ളൂ. ആരാണിത് പറഞ്ഞത്? ഇതിനകത്തൊക്കെ ഒരുപാട് വൺവേഡ് വരുന്നുണ്ട്. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആരാ കുഞ്ഞുങ്ങളെ? തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. കേട്ടോ, അതൊക്കെ ആരാണ് ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള ചോദ്യമുണ്ട് കേട്ടോ. ഇതിന് പിന്തുണ കൊടുത്തതാരാ? ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്നവർ ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഈ മേൽമുണ്ട് സമരത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഈ വായിച്ച കാര്യങ്ങളൊക്കെ അങ്ങ് എഴുതിയാൽ മതി. ഏതാ? ക്രിസ്ത്യൻ മിഷണറീസ് സപ്പോർട്ടഡ് ചാന്നാർ വുമൺ ടു അപ്പിയർ ഇൻ പബ്ലിക് വിയറിംഗ് അപ്പർ ക്ലോത്ത്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ ചാന്നാർ സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. എന്നാൽ അപ്പർ കാസ്റ്റ് പീപ്പിൾ അറ്റാക്ക്ഡ് ദ ചാന്നാർ വുമൺ ആൻഡ് ടോർ ദെയർ അപ്പർ ക്ലോത്ത്. മേൽജാതിക്കാരനായ ചാന്നാർ സ്ത്രീകളെ ആക്രമിക്കുകയും ഈ മേൽമുണ്ട് വലിച്ചു കീറുകയും ഒക്കെ ഇവര് ചെയ്തു. എന്നാൽ ഓൺ ജൂലൈ 26, 1859 ദ മഹാരാജ ഓഫ് ട്രാവൻകൂർ ഇഷ്യൂഡ് എ ഡിഗ്രി എന്ന് വെച്ചാൽ വിളംബരം. കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം നിങ്ങൾ. വിളംബരം അല്ലെ, റിമൂവിങ് ഡിസ്ട്രിക്ഷൻസ് ഓൺ ചാന്നാർ വുമൺ വിയറിംഗ് അപ്പർ ക്ലോത്ത്. 1859 ജൂലൈ 26 തിരുവിതാംകൂർ മഹാരാജാവ് ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള നിയന്ത്രണം ഒഴിവാക്കുന്ന കൽപ്പനയും പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. കേട്ടോ, അത് എന്താണ് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ എന്ന് വെച്ചാൽ, മേൽമുണ്ട് സമരം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ കേട്ടോ. ഇത് മലയാളംകാർക്കാണെങ്കിൽ അതുപോലെ തന്നെ വൃത്തിയായിട്ട് അങ്ങ് എഴുതണം. ഇംഗ്ലീഷും അതുപോലെ എഴുതണം കേട്ടോ. ഞാനൊന്ന് ചുരുക്കിയേക്കുക. അടുത്തത് വൈക്കം സത്യാഗ്രഹം. രണ്ടാമത്തെയാണ് നിങ്ങൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. നോക്കിക്കേ, വൈക്കം സത്യാഗ്രഹം അതായത് വൈക്കം ക്ഷേത്രത്തിന് അവിടെ വൈക്കത്തമ്പലം അറിയാമോ നിങ്ങളെ? വൈക്കത്തമ്പലം പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനും പോയിട്ടുണ്ട്. നമ്മളിവിടുന്ന് ബസ്സൊക്കെ പണ്ടാട്ടോ ബസ്സൊക്കെ വിടുന്നത്. ഇപ്പോൾ പോകുന്നില്ല. അപ്പം നേരത്തെ ബസ് അമ്പലങ്ങളിലേക്ക് നമ്മൾ ടൂറിസ്റ്റ് ബസ് വിടുന്നുണ്ടായിരുന്നത്. അന്നൊന്ന് പോകാൻ പറ്റിയതാട്ടോ, പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. നോക്കൂ നിങ്ങളെ, വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? അയിത്ത ജാതിക്കാര് ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. നോക്കണേ, അവിടെ വലിയൊരു പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? അയിത്ത ജാതിക്കാർ ഇതിനപ്പുറം അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്ന്. ഏതാ? വൈക്കം ക്ഷേത്രത്തിന് ഒരു 100 മീറ്റർ അകലെ സ്ഥാപിച്ച ഒരു ബോർഡായത്. പക്ഷെ ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ? ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം അങ്ങോട്ട് ആരംഭിച്ചു. ഇതിലെ ടി.കെ. മാധവൻ, കെ. എളപ്പൻ, കെ.പി. കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് ഇത് അവസാനിച്ചത്. ഇവരെല്ലാം കൂടെ എന്ത് ചെയ്തു? താഴ്ന്ന ജാതിക്കാരെ ഒന്നും അമ്പലങ്ങളിൽ കയറ്റിയില്ല കുഞ്ഞുങ്ങളെ. ഏതാ? വൈക്കത്തമ്പലത്തിൽ താഴ്ന്ന ജാതിക്കാരെ ആരെയും കയറ്റിയിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഇവരടങ്ങിയിരിക്കുമോ അല്ലേ? ഇവരെന്ത് ചെയ്തു? ഞങ്ങൾക്കും കയറണമെന്ന് പറഞ്ഞും റോഡിൽ കൂടെ പോലും, ആ പ്രദേശത്തുള്ള റോഡിൽ കൂടെ പോലും ഇവരെ പോകരുതെന്നുള്ള വിലക്ക് കൊടുത്തു. അങ്ങനെ ആയപ്പോൾ 1924 മാർച്ചിന് ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? സത്യാഗ്രഹം ആരംഭിച്ചു. ആരൊക്കെയായിരുന്നു ഇതിനകത്തിൽ? ടി.കെ. മാധവന്, കെ. എളപ്പന്, കെ.പി. കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം കൊണ്ടുവന്നത്. പക്ഷേ നമ്മുടെ മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹം ഇതിന് മധ്യസ്ഥത കൂടി ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചു. 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ മുൻവശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ 1925 ഡേറ്റ് ഒക്കെ ഓർമ്മ വേണേ. 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ, ക്ഷേത്രത്തിന് മൊത്തം 4 വശമല്ലേ നമുക്ക്, അതിൽ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, അതായത് കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ, കിഴക്കേ നടയിലെ എൻ്റെ ഫ്രണ്ടിൽ അല്ലേ, നടയിലെ 2 പാതകൾ ഒഴികെ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങളും തുറന്നു കൊടുക്കപ്പെട്ടു.
ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുത്തു, ആർക്ക് വേണമെങ്കിലും വന്ന് കയറാമെന്നുള്ള രീതിയിൽ ബാക്കിയുള്ളത് തുറന്നു കൊടുത്തു എന്നാണ് കേട്ടോ. 1925 നവംബർ 23 കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഈ വായിച്ച കാര്യം തന്നെയാണിത്. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. പിന്നെയോ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നു നിന്ന് ഗടിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. TK മാധവൻ, KK കേളപ്പൻ, KP കേശവമേനോൻ തുടങ്ങിയവരാണ് ഇത് നയിച്ചത്. വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, അതായത് കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ബാക്കിയൊക്കെ ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനിയും അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എന്താ? വൈക്കം സത്യാഗ്രഹ. പീപ്പിൾസ് കൺസിഡേർഡ് as the lower caste were not allowed to walk on the approach road to the Vaikom temple. The satyagraha began on March 30, 1924 as a protest against these discriminations. The movement was led by TK Madhavan, KK കേളപ്പൻ and KP കേശവമേനോൻ. On November 1925, the Travancore government allowed all Hindus to walk on 3 sides of the temple except the 2 paths to the eastern gate. കേട്ടോ, വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാർട്ട് 3 ആണ്. പാർട്ട് 1 നമ്മൾ ടെസ്റ്റ് കുറച്ച് വായിക്കുമായിരുന്നു. പാർട്ട് 2 നോട്ടാണ്, പാർട്ട് 3 നോട്ടാണ് കേട്ടോ. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഹൈപ്പും ഒക്കെ ചെയ്യണേ. ഓക്കെ.